ഞങ്ങളുടെ കല്ലായി ഡിവിഷനിലെ സ്ഥാനാർത്ഥി പ്രശസ്ത സംവിധായകനും സിനിമാ പ്രവർത്തകനുമായ VM വിനുവിൻ്റെ പേർ വോട്ടർ പട്ടികയില്ലാതെ സംബന്ധിച്ച് ഞങ്ങൾ VM വിനു ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. രൂക്ഷമായ വിമർശനത്തോടുകൂടി ആ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി എന്ന നിലക്ക് ഭരണഘടനയോടും നീതിപീഠത്തോടും എന്നും വിധേയമായി പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലക്ക് ആ കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ശക്തി തളരില്ല. അതിശക്തമായ രീതിയിൽ ഞങ്ങൾ മുന്നേറും. ഒരു തരത്തിലുള്ള ക്ഷീണമോ പതർച്ചയോ തളർച്ചയോ ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും മുന്നേറ്റത്തിൽ ഉണ്ടാവില്ല. പക്ഷേ ഇതിനകത്തൊരു കാര്യം, VM വിനു എന്നൊരു പോലത്തെ ഒരാളുടെ വോട്ട് ഇപ്പോഴും വോട്ടർ പട്ടികയിൽ ഇല്ല എന്നൊരു സത്യമാണ്. അതൊരു വിനുവല്ല. ഇന്നലെയും ഇന്നുമായി ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ ഒരുപാട് വിനുമാരുണ്ട്. അവർക്ക് വോട്ടവകാശം ലഭിക്കാനുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം, ഇവിടെ പലതരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഞങ്ങളെടുത്തൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വിനുവിനെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതും മത്സരിപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡിൽ ഒരു പാളിച്ചയും പറ്റിയതായി ഞങ്ങൾക്ക് തോന്നുന്നില്ല. VM വിനു ഞങ്ങളോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ UDFൻ്റെ വിജയത്തിലായിട്ടുണ്ടാവും. അതുമാത്രവുമല്ല, ഈ കോർപ്പറേഷൻ്റെ ദുർഭരണത്തിനെതിരെ വികാരമുള്ള എല്ലാവരെയും ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടത്തിൽ അണിനിരത്തും. കല്ലായി ഡിവിഷനിൽ പുതിയ സ്ഥാനാർത്ഥി നാളെ പ്രഖ്യാപിക്കും. മാത്രവുമല്ല, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞൊരു പ്ലാൻ B ഉണ്ട്. ആ പ്ലാൻ Bയുടെ ഭാഗമായിട്ടുള്ള പുതിയ സ്ഥാനാർത്ഥിയെ ഇന്നത്തെ കോർ കമ്മിറ്റി കൂടി നേതാക്കളുമായി ആലോചിച്ച് നാളെ പ്രഖ്യാപിക്കും. ഈ ഉണ്ടായ സംഭവം വെച്ച് കോഴിക്കോട് നഗരസഭയ്ക്കെതിരെ UDFും കോൺഗ്രസും ആരംഭിച്ച പോരാട്ടത്തിന് ഒരു ശക്തിക്കുറവ് സംഭവിക്കാതെ ഞങ്ങൾ മുന്നേറും. തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല. ഈ വളരെ സീരിയസ് ആയി കൈകാര്യം ചെയ്യേണ്ട ഒരു മേയർ സ്ഥാനാർത്ഥിത്വത്തെ ഇത്ര ലാഘവത്തോടെ, പ്രത്യേകിച്ചും പ്രവീൺ നേരിട്ടായിരിക്കില്ല, താഴെ നിന്നുള്ള പ്രവർത്തകർ പറഞ്ഞായിരിക്കും. പക്ഷെ ആ പ്രവർത്തകർക്ക് ഒരു ഉത്തരവാദിത്തമില്ല. അവിടുത്തെ വാർഡിലെ കൗൺസിലർ VM വിനുവിന് വോട്ടുണ്ടെങ്കിൽ അത് തദ്ദേശ പട്ടികയിലാണെന്നും അവസാനത്തെ 3 ദിവസം അവസരം തന്നു ആ സമയത്ത് ഉപയോഗിക്കാമായിരുന്നതാണ്. അപ്പൊ അതിൽ ഒരു നടപടി ഉണ്ടാവേണ്ടതല്ലേ? പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വീഴ്ച പറ്റിയെന്നുള്ളത് ഉറപ്പാണ്. അത്തരമൊരു വീഴ്ചകൾ ഉണ്ടായോ എന്ന് പാർട്ടി പരിശോധിക്കും. പക്ഷേ അതിൽ മറ്റൊരു കാര്യം ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുന്നു. VM വിനുവിനെ പോലത്തെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ ജനിച്ചു വളർന്നു വലുതായ ഒരാൾക്ക് വോട്ടുണ്ടാവില്ല എന്ന് സംശയിക്കേണ്ട യാതൊരു സാഹചര്യവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അത് അത്ഭുതപ്പെടുത്തുന്നു. കാലം മാറി. ഇന്ത്യയിലും കേരളത്തിലും വോട്ടർ പട്ടികയിൽ പോലും എന്തും സംഭവിക്കുന്ന കാലം വന്നിരിക്കുന്നു. ഇത് ഞങ്ങൾക്കൊരു പാഠമാണ്. ഞങ്ങളെ തിരിച്ചറിയുന്നു. അങ്ങനെയല്ലല്ലോ നിയമം. വോട്ട് ആര് ചേർത്തില്ലെങ്കിലും എന്താണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി? ഞാനിപ്പോഴും അത് ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം ഉറച്ചു. കോടതി വിധി പരിപൂർണമായി മാനിച്ചുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. നഗരത്തിൽ ജീവിക്കുന്ന VM വിനുവിൻ്റെ വോട്ട് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ BLOമാർക്കും കോർപ്പറേഷനിൽ അവരെ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർക്കുമാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ ജോലി ചെയ്യില്ലല്ലോ. അവർ വീഴ്ചയിലിൻ്റെ അകത്ത്. ആ വീഴ്ചയ്ക്കെതിരുള്ള പോരാട്ടം ഞങ്ങൾ ശക്തമായി തുടരെ തെരഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ആ പരിശോധിക്കും. അല്ല, അങ്ങനെയല്ല, അങ്ങനെ പറ്റിച്ചു എന്ന് പറയുന്നില്ല. അതെന്തെങ്കിലും ഒരു പാഴ്ച ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പാർട്ടി ഗൗരവമായി പരിശോധിക്കും. ഉണ്ടായിരുന്നു. അല്ല, അവിടുന്ന് അത് സ്വാഭാവികമായും കിട്ടിയ ഇൻഫർമേഷൻ VM വിനുവിന് വോട്ടുണ്ട് തന്നെയാണ്. അത് തർക്കമില്ല. പക്ഷേ പിന്നെ വോട്ടില്ല എന്ന് തെളിഞ്ഞു. ആ കാര്യം ഞങ്ങൾ പാർട്ടിക്കകത്ത് മെഞ്ഞാന്ന് മുതൽക്ക് തന്നെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്, പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അതെ, അല്ല, VM വിനു ഇപ്പോഴും പറയുന്നു 2020 അദ്ദേഹം ഞാനിപ്പോൾ ശേഷം വിളിച്ചു